നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബിജെപി ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. KSRTC സർവീസ് നടത്തിയില്ല. ഹർത്താൽ ക്ഷീരകർഷകരെ ദുരിതത്തിലാക്കി. ഹർത്താൽ ദിനത്തിലും ആരാധകരുടെ ആവേശമായി ഒടിയനെത്തി. ദ്വാരക സേക്രഡ് ഹെർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയുടെ ആത്മഹത്യ മാനസിക പീഡനം കൊണ്ട് തന്നെയെന്ന് കുടുംബത്തിന്റെ മൊഴി. മൂന്ന് മാസമായിട്ടും ശമ്പളം ലഭിക്കാതെ BSNലെ കരാർ ജീവനക്കാർ. നൂറുകണക്കിന് ജീവനക്കാരാണ് ശമ്പളം ലഭിക്കാതെ ദുരിതത്തിലായത്. പട്ടികവർഗ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ഓട്ടോറിക്ഷ പദ്ധതി കട്ടപ്പുറത്തെന്ന് ആക്ഷേപം. ചെലവഴിച്ചത് കോടികൾ. അമ്പലവയൽ പഞ്ചായത്ത് അടച്ചുപൂട്ടിയ കാരച്ചാലിലെ പന്നി ഫാം വീണ്ടും തുറന്നു. കർശന നടപടിയെന്ന് ഗ്രാമപഞ്ചായത്ത്. വിശദമായ വാർത്തകളിലേക്ക്. BJP ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. അനിഷ്ട സംഭവങ്ങളൊന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തില്ല. കടകമ്പോളങ്ങളിൽ എല്ലായിടത്തും രാവിലെ മുതൽ തന്നെ അടഞ്ഞുകിടന്നു. KSRTC സർവീസ് നടത്തിയില്ല. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിൽ നിന്നും അനൂപ് വർഗീസ് ചേരുന്നു. അനൂപ്, എങ്ങനെയായിരുന്നു 3 താലൂക്കുകളെയും ഇന്നത്തെ BJPയുടെ ഹർത്താൽ എങ്ങനെയായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്? തിരുവനന്തപുരത്ത് BJP സമരപ്പന്തലിന് മുന്നിൽ മുട്ടട സ്വദേശി വേണുഗോപാലൻ നായർ ജീവനെടുക്കാനുള്ള കാരണം അയ്യപ്പ ഭക്തരോടുള്ള അവഗണനയാണെന്ന് ആരോപിച്ച BJP സംസ്ഥാന വ്യാപകമായി നടന്ന ഹർത്താൽ ജില്ലയിലും പൂർണ്ണമാണ്. അപ്രതീക്ഷിത ഹർത്താലിൽ ജനം വലഞ്ഞു. കൽപ്പറ്റയിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളുമാണ് നിരത്തിലിറങ്ങിയത്. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില വളരെ കുറവായിരുന്നു. KSRTC പ്രാദേശിക സർവീസുകൾ നിർത്തിവെച്ചു. ഉച്ചയോടുകൂടി കോഴിക്കോട് നിന്നും കോൺവേ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തി. പോലീസ് സംരക്ഷണയോടുകൂടിയാണ് സർവീസ് നടത്തിയത്. കൽപ്പറ്റയിൽ പൊതുവെ സമാധാനപരമായിരുന്നു ഹർത്താൽ. ബത്തേരിയിലും ഹർത്താലിന് സമ്മിശ്ര പ്രതികരണമാണുണ്ടായത്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. 10 മണിയോടുകൂടി ചരക്കു വാഹനങ്ങളടക്കം നിരത്തിലിറങ്ങി. അനിഷ്ട സംഭവങ്ങളൊന്നും ബത്തേരിയിലും റിപ്പോർട്ട് ചെയ്തില്ല. KSRTC പൂർണ്ണമായും സർവീസ് നിർത്തിവെച്ചു. ഉച്ചയോടുകൂടി 2 സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. മൈസൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് ആരംഭിച്ചത്. മാനന്തവാടിയിലും ഹർത്താൽ സമാധാനപരമായിരുന്നു. രാവിലെ മുതൽക്ക് തന്നെ മാനന്തവാടിയിലെ നിരത്തുകളിലെല്ലാം വാഹനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. KSRTC സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ചു. അതേസമയം മോഹൻലാലിൻ്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ഒടിയൻ റിലീസായതുകൊണ്ട് തന്നെ ജില്ലയിൽ പുലർച്ചെ 5 മണി മുതൽ ജില്ലയിൽ റിലീസായ കേന്ദ്രങ്ങളിലെല്ലാം വലിയ തോതിലുള്ള യുവാക്കളുടെ തിരക്കും അനുഭവപ്പെട്ടിരുന്നു. ഹർത്താലൊന്നും ഇതിനെ ബാധിച്ചില്ലെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ജില്ലയിൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അനൂപാണ് ജില്ലാസ്ഥാനമായ കൽപ്പറ്റയിൽ നിന്നും ഇന്നത്തെ ഹർത്താൽ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. വളരെ നന്ദി അനൂപ്. ഇനി മറ്റു വാർത്തകളിലേക്ക്. ഹർത്താലിൽ മുങ്ങിയും ഒടിയനെത്തി. ഏറെ പ്രതീക്ഷകളോടെ കാത്തിരുന്ന മോഹൻലാലിൻ്റെ ഒടിയൻ സിനിമയുടെ റിലീസിംഗ് ദിവസം തന്നെ ഹർത്താൽ പ്രഖ്യാപിച്ചതിൽ സോഷ്യൽ മീഡിയകളിലെല്ലാം വലിയ പ്രതിഷേധമുയർന്നിരുന്നു. എന്നാൽ ഹർത്താലിനെയും അവഗണിച്ച് നിരവധി പ്രേക്ഷകരാണ് ഇന്ന് തിയേറ്ററുകളിലെത്തിയത്. അപ്രതീക്ഷിത ഹർത്താൽ ആദ്യം പ്രേക്ഷകരെ നിരാശരാക്കിയെങ്കിലും റിലീസിന് മാറ്റമില്ലെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചതോടെ മോഹൻലാലിൻ്റെ ഒടിയന് ഗംഭീര വരവേൽപ്പാണ് ആരാധകർ നൽകിയത്. ഹർത്താൽ ദിനത്തിലും മുടക്കമില്ലാതെ ഒടിയൻ കാണികൾക്ക് മുന്നിലെത്തി. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ബത്തേരിയിലെ ആദ്യ പ്രദർശനം നടന്നത്. ബത്തേരി മിൻറ്റുമാളിലെ PVS ഫിലിം സിറ്റിയിലെ 3 തിയേറ്ററുകളിലും പുലർച്ചെ 5 മണിക്കും ഐശ്വര്യ അതുല്യ തിയേറ്ററുകളിൽ രാവിലെ 7 മണിക്കുമാണ് പ്രദർശനം ആരംഭിച്ചത്. 5 മണി മുതൽ 3 തിയേറ്ററുകളിലും നിറഞ്ഞ കാണികളായിരുന്നു ഉണ്ടായിരുന്നത്. സിനിമയെക്കുറിച്ച് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് മിൻറ്റുമാൾ മാനേജർ ബിനോയ് പറഞ്ഞു. 5 മണിക്കാണ് വയനാട്ടിൽ ആദ്യമായിട്ടാണ് 5 മണിയുടെ ഒരു ഷോ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. 5 മണിക്ക് തന്നെ ഷോയെ എല്ലാം ഫുള്ളായിട്ടാണ് ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് 5 മണിയുടെ ഷോ ഫുള്ളായിട്ട് ഓടി. അതിനുശേഷമുള്ള 7 മണിയുടെ ഫാൻ ഷോയും വളരെ നല്ല രീതിയിൽ ഏറ്റവും ഫുൾ ഹൗസിൽ തന്നെയാണ് ഓടിയത്. ബാക്കി ഇന്ന് ഏകദേശം 19ഓളം ഷോകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ 19 ഷോയ്ക്കും ബുക്കിംഗ് ഉണ്ട്. ഇടയ്ക്ക് ഹർത്താൽ ചെറിയ രീതിയിൽ ബാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പൂർണ്ണമായിട്ടും എല്ലാ ഷോവും ഫുള്ളായിട്ട് ഓടിക്കാനായിട്ട് സാധിക്കും. ഹർത്താല് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വായിച്ചാൽ ഇപ്പോഴും ആളുകൾ നേരിട്ട് വന്നും അല്ലാതെയും ഓൺലൈൻ വഴിയൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിലാണ്. നല്ല റിപ്പോർട്ടുമാണ് പടത്തെക്കുറിച്ച്. മോഹൻലാലിൻ്റെ ഒരുപാട് കാത്തിരുന്നൊരു പടമാണ്. PVS സിറ്റിയിൽ ഇന്ന് 19 ഷോയും ഐശ്വര്യ അതുല്യ തിയേറ്ററുകളിൽ 12 ഷോയും നടക്കും.
രാവിലെ മുതൽ തന്നെ തിയേറ്ററുകളിൽ ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒടിയന് ഹർത്താലിന്റെ ഭീഷണി കാര്യമായി ബാധിച്ചില്ല. ജയരാജ്, വയനാട് വിഷൻ, ബത്തേരി. ക്ഷീരകർഷകരെ ദുരിതത്തിലാക്കി ഹർത്താലുകൾ. ഹർത്താൽ ദിനത്തിൽ രാവിലെ മാത്രമാണ് സംഘങ്ങൾ പാൽ ശേഖരിക്കുന്നത്. ഇത് ക്ഷീരകർഷകരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുകയാണ്. സുൽത്താൻ ബത്തേരി ക്ഷീരസംഘത്തിലേക്ക് 3 പഞ്ചായത്തുകളിൽ നിന്നായി ആയിരക്കണക്കിന് കർഷകരാണ് പാൽ അളക്കുന്നത്. ഹർത്താൽ ദിനങ്ങളിൽ ഉച്ചയ്ക്ക് പാലെടുക്കാത്തത് വലിയ നഷ്ടമാണ് കർഷകർക്ക് വരുത്തുന്നത്. പാലളന്ന് കിട്ടുന്നതിൽ പകുതിയിലേറെ പണം തീറ്റച്ചെലവിന് വേണ്ടിവരും. തുടർച്ചയായുണ്ടാകുന്ന ഹർത്താലുകൾ ഇവരുടെ ജീവിതത്തിന് തന്നെ ഭീഷണിയാവുകയാണ്. ഈസ്റ്റ് ചീരാൽ പാട്ടത്ത് തെരയങ്കോട് നബീസ 40 ലിറ്ററോളം പാൽ സംഘത്തിൽ അളക്കുന്നുണ്ട്. ഇവരുടെ ജീവിതമാർഗവും ഈ തൊഴിൽ മാത്രമാണ്. ഉച്ചയ്ക്ക് കറന്നെടുക്കുന്ന പാൽ വിപണനം ചെയ്യാനാവാതെയാണ് ഓരോ ഹർത്താലും കടന്നുപോകുന്നത്. ഹർത്താൽ ഏറ്റവും ദുരിതമേൽപ്പിക്കുന്നതും ഈ വിഭാഗത്തെയാണ്. അത്യധ്വാനവും കുറഞ്ഞ വരുമാനവുമായി നിലനിൽക്കുന്ന ക്ഷീരകർഷകരെ വീണ്ടും ദുരിതത്തിലാക്കുകയാണ് ഓരോ ഹർത്താലുകളും. ഹർത്താൽ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പാലെടുക്കാത്തത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. പാൽ ഞങ്ങൾക്ക് 10-40 ലിറ്റർ പാലുള്ളത് കൊണ്ട് അത് എവിടെയും ചിലവാക്കാനോ ഒന്നും പറ്റാത്ത സ്ഥിതിയാണ്. പശുവിന് തീറ്റ കൊടുക്കാനും ഞങ്ങൾ ഉപജീവനവും എല്ലാം കഴിച്ചു കൂട്ടാൻ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നതും. അതുകൊണ്ട് പാൽ എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ള ഒരു തീറ്റയ്ക്ക് തന്നെ ഞങ്ങൾക്ക് 10,000 രൂപേൻ്റെ അടുത്ത് വരും. പിന്നെ ഞങ്ങൾ അധ്വാനം വേറെ, അങ്ങനെ ഒരുപാട് ചിലവുകളൊക്കെ ഉണ്ട്. പിണ്ണാക്കിനാണെങ്കിൽ ഭയങ്കര വില. പുല്ല് ഞങ്ങൾ വാങ്ങിയത് ഉണക്കപ്പുല്ല് വാങ്ങുന്നതാണ്. അതിനും 100-200 രൂപ ഒരു കട്ടിക്ക് വരും. അത് ഒരു ദിവസം കൊടുക്കും. അതൊക്കെ ചിലവ് ഭയങ്കര ചിലവാണ്. വയനാട് വിഷൻ, ചീരാൽ. ദ്വാരക സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്കിടയാക്കിയത് വിദ്യാലയത്തിലെ അധ്യാപകനിൽ നിന്നുള്ള നിരന്തരമായ മാനസിക സമ്മർദ്ദം മൂലമെന്ന് കുടുംബത്തിൻ്റെ മൊഴി. സ്കൂളിൻ്റെ അച്ചടക്ക ചുമതലയുള്ള അധ്യാപകൻ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വൈഷ്ണവിനെ നിരന്തരം ശകാരിച്ചതായി സഹോദരൻ വൈശാഖിൻ്റെ മൊഴി. വീടിനുള്ളിൽ വെച്ച മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തി ആത്മഹത്യ ചെയ്ത തരുവണ പാലയാണ വൈഷ്ണവ് PC-യുടെ ആത്മഹത്യക്കുറിപ്പ് പ്രകാരമാണ് സ്കൂളിലെ അധ്യാപകനെതിരെ കേസെടുത്തത്. അധ്യാപകൻ നോബിൾ ജോസിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അധ്യാപകനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് ഇയാളെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനിടെ അധ്യാപകൻ അനുജനെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി വൈഷ്ണവിന്റെ സഹോദരൻ വൈശാഖ് പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് വന്നവിടെ എന്നെ വിളിച്ചിരുന്നു. വൈകുന്നേരം ഒരു ഉച്ച വൈകുന്നേരം വിളിച്ചിരുന്നു. ആ സമയത്ത് വന്നാൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ സാറിനെ കുറിച്ച് തന്നെയായിരുന്നു അന്നും പറഞ്ഞത്. ആളവിടെ എന്തോ ഭയങ്കരമായിട്ട് മോശമായിട്ട് ഡിസിപ്ലിൻ ഇല്ലയെന്നും പറഞ്ഞ് താടി പഠിച്ച് പോകണമെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായി ചൂടായി എന്ന് പറഞ്ഞിരുന്നു. അന്ന് അത്ര കുറച്ചാണ് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അന്ന് ഹാപ്പി ആയിട്ട് തന്നെയാണ്. പക്ഷേങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ അന്നും സാറിനെ കുറിച്ചിട്ട് ഭയങ്കര. ഇതിനു മുമ്പ് സാറിനെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നു? ഇതിന് മുമ്പ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇതേപോലെ രാവിലെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലേക്ക് ഒരു കുട്ടി കയറി വന്നപ്പോൾ ഇവൻ ജസ്റ്റ് ആരാ വന്നതെന്ന് നോക്കി. അന്നും അങ്ങനെ ബുക്കിൽ നിന്ന് തല ഉയർത്തി നോക്കിയതിന് അവനെ വല്ലാതെ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. വൈഷ്ണവിന്റെ ക്ലാസ്സിൽ അധ്യാപകന് ചുമതലയില്ലെങ്കിലും സ്കൂളിന്റെ അച്ചടക്ക മേൽനോട്ടത്തിന്റെ പേരിലായിരുന്നു നിസാര കാര്യങ്ങൾക്ക് പോലുമുള്ള പീഡനം. അധ്യാപകനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ഉൾപ്പെടെ ആവശ്യങ്ങളുന്നയിച്ച നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ അധ്യാപകനെ അനുകൂലിച്ചുകൊണ്ടും നിരവധി സന്ദേശങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. വയനാട് വിഷൻ, മാനന്തവാടി. BSNL ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാതായിട്ട് 3 മാസം. ശമ്പളം ലഭിക്കുന്നില്ലെങ്കിലും തങ്ങളെ ഏൽപ്പിച്ച ജോലികൾ ഇവർ മുടക്കം കൂടാതെ ദിവസവും ചെയ്തു വരുന്നുണ്ട്. ജില്ലയിലെ 100 കണക്കിന് കരാർ ജീവനക്കാരാണുള്ളത്. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ശമ്പളം നൽകുമെന്നാണ് BSNL അധികൃതരുടെ വിശദീകരണം. നാട്ടിൽ ഫോൺ ഉപയോഗിക്കാത്തതായി ഒരുപക്ഷെ വിരലിലെണ്ണാവുന്നവർ മാത്രമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഫോൺ പ്രവർത്തനത്തിനു പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് BSNL വിഭാഗത്തിലെ കരാർ ജീവനക്കാർ. വെയിലത്തും മഴയത്തും ഏതു കാലാവസ്ഥയിലും ഫോണുകൾ പ്രവർത്തന സജ്ജമാക്കാൻ നിയോഗിക്കപ്പെട്ട കരാർ ജീവനക്കാർ റോഡരികുകളിലെ ടെലിഫോൺ പോസ്റ്റിലും ബോക്സുകളിലും സദാ ജാഗരൂകരാണ്. ഭൂമിക്കടിയിലെ ടെലിഫോൺ ലൈനുകളിൽ എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ ഇവർ ഓടിയെത്തും. ഇത്രയൊക്കെ ജാഗരൂകരായി ജോലി ചെയ്യുമ്പോഴും കഴിഞ്ഞ 3 മാസമായി ഇവർക്ക് ചെയ്ത തൊഴിലിന് കൂലി ലഭിച്ചിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ വയനാട്ടിലെ കരാർ തൊഴിലാളികളുടെ BSNL മേഖലയിൽ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തൊഴിലാളികൾക്ക് 3 മാസത്തോളമായി ഇപ്പോൾ ശമ്പളം കിട്ടിയിട്ട്. ഏറെക്കുറെ ഒരു 150ഓളം തൊഴിലാളികൾ വയനാട് ജില്ലയിൽ മാത്രം ഈ കരാർ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്.
ഇവരാണ് ഇന്ന് സ്ഥിരം ജീവനക്കാരെടുത്തുകൊണ്ടിരിക്കുന്ന ജോലികളായ കേബിൾ ലൈൻ മെയിൻ്റെനൻസ് ആയാലും കേബിൾ ജോയിൻറ്റിങ് ആയാലും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആയാലും എല്ലാ പണികളും എടുത്തുകൊണ്ടിരിക്കുന്നത്. BSNL അധികാരികളുടെ മുമ്പിൽ ധർണാ സമരം അതുപോലെ തന്നെ സത്യാഗ്രഹ സമരം പല സമരങ്ങളും നടത്തിയിട്ടും BSNL കഴിയൊഴിഞ്ഞുകൊണ്ട് കരാർ തൊഴിലാളികളുടെ പണം കൊടുക്കേണ്ട കരാറുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ്. ഇപ്പോൾ 3 മാസമായി കരാറുകാരൻ പറയുന്നു അദ്ദേഹത്തിന് BSNL കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് ഫണ്ട് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. കൂലി ലഭിക്കാൻ കഴിഞ്ഞ മാസങ്ങളിൽ തൊഴിലാളികൾ സമരങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. എന്നാൽ കൂലി ലഭിക്കാതായതോടെ ജില്ലയിലെ പല തൊഴിലാളികളും ദുരിതത്തിലാണ്. വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥരുടെ കനിവ് കൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അധികൃതർ മുൻകൈയെടുത്ത കൂലി ലഭിക്കാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജില്ലയിലെ 200-ലധികം കരാർ തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാവും. സുരേഷ് തൽപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. പട്ടികവർഗ വനിതകൾക്ക് സൗജന്യമായി നൽകിയ കോടിക്കണക്കിന് രൂപയുടെ ഓട്ടോറിക്ഷകൾ പലതും കട്ടപ്പുറത്തുനിന്ന് ആക്ഷേപം. 4 വർഷം മുമ്പാണ് പട്ടികവർഗ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ഓട്ടോറിക്ഷകൾ നൽകിയത്. സ്വയം തൊഴിൽ മാർഗം കണ്ടെത്താനാണ് പട്ടികവർഗ വകുപ്പ് പട്ടികവർഗ വനിതകൾക്ക് മുൻ സർക്കാരിൻ്റെ കാലത്ത് ഓട്ടോറിക്ഷകൾ നൽകിയത്. മിക്കതും ഇപ്പോൾ തുരുമ്പെടുത്ത് ഓടാതെ നശിക്കുകയാണ്. തിരുനെല്ലിയിൽ 9 പേർക്കാണ് ഓട്ടോറിക്ഷകൾ നൽകിയതെങ്കിലും ഒരു വനിത മാത്രമാണ് ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ ഉപജീവനം കണ്ടെത്തുന്നത്. ബാക്കിയുള്ളവരിൽ ഓട്ടോറിക്ഷ ലഭിച്ചവരിൽ മിക്കവരും ട്രൈബൽ പ്രൊമോട്ടർമാരാണ്. മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിന് കീഴിൽ 59 ഓട്ടോറിക്ഷകൾ നൽകിയെന്നാണ് വിവരങ്ങളുള്ളത്. 46,34,600 രൂപയാണ് ചെലവഴിച്ചത്. ജില്ലയിലെ കണക്കനുസരിച്ച് വിവിധ താലൂക്കുകളിൽ കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി മുടക്കിയിട്ടുള്ളത്. 3/4 വാഹനങ്ങളും ഇപ്പോൾ ഓടാതെ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഇത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളും ട്രൈബൽ വകുപ്പ് മുൻകൈയെടുക്കുന്നില്ല. പലരും സ്വാധീനം ഉപയോഗിച്ച് വാങ്ങിയെടുത്ത ഓട്ടോറിക്ഷകളാണ് ഇങ്ങനെ തുരുമ്പെടുത്ത് നശിക്കുന്നതെന്നും ആക്ഷേപം വരുന്നു. ട്രൈബൽ വകുപ്പും ഗ്രാമപഞ്ചായത്തും അന്ന് തയ്യാറാക്കിയ പട്ടികയിൽ അർഹതപ്പെട്ട പട്ടികവർഗ വനിതകളെ പുറത്താക്കിയെന്നും പരാതി ഉയരുന്നുണ്ട്. സുരേഷ് ബാബു, വയനാട് വിഷൻ, കാട്ടിക്കുളം. അമ്പലവയൽ പഞ്ചായത്ത് അടച്ചുപൂട്ടിയ കാരച്ചാലിലെ പന്നി ഫാം വീണ്ടും തുറന്നത് പഞ്ചായത്ത് അറിയാതെ. തുറക്കാൻ അനുവദിക്കില്ലെന്നും ശക്തമായ തുടർ നടപടികൾ എടുക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ. അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് കാരച്ചാലിലെ പന്നി ഫാമായിരുന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരുടെയും സംയുക്ത പരിശോധനയിൽ അടച്ചുപൂട്ടിയത്. പഞ്ചായത്ത് റോഡിനോട് സമീപത്തായി ജനവാസ പ്രദേശത്താണ് ഫാം പ്രവർത്തിച്ചു വന്നിരുന്നത്. ഏറെ വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന ഫാമിനെതിരെ പരാതി ഉയർന്നതിനെ തുടർന്നായിരുന്നു പഞ്ചായത്തും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. തുടർന്ന് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഫാം അടച്ചുപൂട്ടാൻ തീരുമാനിക്കുകയായിരുന്നു. ഫാമിലെ മാലിന്യം ഒഴുകിയെത്തിയത് കുടിവെള്ള പദ്ധതിയുടെ സമീപത്തേക്കാണ്. കൂടാതെ കാരാപ്പുഴ പദ്ധതിയുടെ കനാലിലേക്കാണ് ഫാമിൽ നിന്നുള്ള ഭൂരിഭാഗം മാലിന്യങ്ങളും ഒഴുകിയിറങ്ങുന്നത്. കാരച്ചാൽ സ്വദേശി ജോജോയുടെ കൈവശമുള്ള സ്ഥലത്താണ് ഫാം പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ പഞ്ചായത്ത് അടച്ചുപൂട്ടിയ പന്നി ഫാം അധികൃതരുടെ അനുമതിയില്ലാതെ തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണെന്നും ഒരു കാരണവശാലും അനാരോഗ്യകരമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഫാമിന് ലൈസൻസ് നൽകില്ലെന്നും മറ്റ് കർശന നടപടികളെടുക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ആരോഗ്യവകുപ്പും വ്യക്തമാക്കി. ജനങ്ങളുടെ പരാതി പറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജോജോ പാറയിൽ എന്ന വ്യക്തിയുടെ പന്നി ഫാമിലേക്ക് വരികയും 2 ആഴ്ചൻ്റെ ഉള്ളിൽ പന്നി ഫാം പൂട്ടിയിടാൻ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂട്ടിയിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് ലേലം ചെയ്യുമെന്നുള്ള അടിസ്ഥാനത്തിൽ അവർ എത്രയും പെട്ടെന്ന് പന്നീനെ മുഴുവനും വിൽക്കുകയും ചെയ്തു. ഇന്ന് 2ാമത് പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹെൽത്തും പഞ്ചായത്തും ഇവിടെ വന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായി 15-ൽ കൂടുതൽ പന്നിയും കുട്ടികളും ഇവിടെ കാണാൻ നമുക്ക് കഴിഞ്ഞു. പിന്നെ ജനങ്ങളുടെ പരാതിക്ക് ഒപ്പമേ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് ലൈസൻസ് ഒന്നും ഇല്ലാത്തൊരു ഫാമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും തുടർ നടപടിക്ക് വേണ്ടി പഞ്ചായത്ത് നീങ്ങുന്നതായിരിക്കും. ബിനേഷ് മാത്യു, വയനാട് വിഷൻ, അമ്പലവയൽ. പൂപ്പലി പുഷ്പമേള ഈ വർഷവും നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് അമ്പലവയൽ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രളയത്തിൻ്റെ പേരിൽ ആഘോഷങ്ങൾ വേണ്ട എന്ന് വയ്ക്കുമ്പോഴും യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കുന്ന കോടികളുടെ വരുമാനം നഷ്ടപ്പെടുത്തരുതെന്നും ഇവർ പറഞ്ഞു. ഇതിന് പൂപ്പലി നടത്താൻ അധികാരികൾ തയ്യാറാവണം. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം നല്ല സാമ്പത്തിക ലാഭത്തിലാണ് നടന്നത്. അമ്പലവയലിലെ വ്യാപാരി സമൂഹത്തിനും പഞ്ചായത്തിനും ഓട്ടോ ടാക്സിക്കാർക്കും ചെറുകിട കർഷകർക്കും പൊതുജനത്തിനും ഒരുപോലെ തന്നെ ഗുണം കിട്ടുന്ന പൂപ്പലി നടത്താൻ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു.
വയനാട് ജില്ലയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ആകെയുള്ള ഒരു വിനോദോപാധിയാണ് വർഷങ്ങളായിട്ട് അമ്പലവിൽ RRS നടത്താറുള്ള പോപ്പിൽ എന്ന ഫ്ലവർ ഷോ. മറ്റു ജില്ലക്കാർക്ക് നിരവധിയായ ഫെസ്റ്റുകളും ആഘോഷങ്ങളും ഉള്ളപ്പോൾ വയനാട്ടിലെ ജനത ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മാമാങ്കമാണ് ഈ പോപ്പിൽ എന്ന ഫ്ലവർ ഷോ. തീർച്ചയായും യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട് RRS ബന്ധപ്പെട്ട് നിരവധി അഴിമതി വാർത്തകളും ക്രമക്കേടുകളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി ആ ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് പോപ്പിൽ ഉപേക്ഷിക്കാനുള്ള കൃഷി വകുപ്പിന്റെയും അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയുടെ തീരുമാനം വയനാട്ടിലെ ജനതയോട് ഈ ഗവൺമെന്റിന്റെ ചിറ്റമ നയത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക. ബന്ധപ്പെട്ട അധികാരികൾ, ബന്ധപ്പെട്ട ജനപ്രതിനിധികളെല്ലാം വരും ദിവസങ്ങളിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അമ്പലവയൽ നടക്കുന്ന ഫ്ലവർ ഷോ നടത്താനുള്ള അനുവാദം ലഭ്യമാക്കേണ്ടതിനുള്ള നടപടികൾ, സമ്മർദ്ദം ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇനി പറയുന്ന വാർത്തയിലുള്ള ഈ റോഡിന്റെ കാഴ്ചകൾ പ്രളയ ദുരന്തശേഷമുള്ള തകർന്ന റോഡുകളുടെ സ്ഥിതിയാണെന്ന് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ഇത് അധികാരികളുടെ അവഗണന കൊണ്ട് നാട്ടുകാരുടെ നടുവൊടിക്കുന്ന കമ്പളക്കാട് പരിയാരം കൊളവയൽ റോഡിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. പ്രദീപ് പ്രയാഗിൻ്റെ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കമ്പളക്കാടിനെ മീനങ്ങാടിയുമായി ബന്ധിപ്പിക്കുന്ന പാറക്കൽ പരിയാരം റോഡിലാണ്. ഈ റോഡിൻ്റെ മുക്കാൽ ഭാഗത്തോളം റോഡ് വളരെ വൃത്തിയായി ടാർ ചെയ്യിപ്പിക്കുന്ന അവസ്ഥയിലാണ്. ഈ റോഡിൽ നിന്ന് കുറച്ച് മാറി ഒരു 100 മീറ്ററോളം അപ്പുറത്ത് റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. ഉരുൾപൊട്ടൽ വന്ന് വെള്ളത്താൽ ഒലിച്ചു പോയൊരവസ്ഥയിലാണ് റോഡിൻ്റെ അവസ്ഥ. ആ റോഡ് നമുക്കിപ്പോൾ കാണാം. കമ്പളക്കാട് നിന്നും എളുപ്പത്തിൽ പരിയാരം കൊളവയൽ വഴി മീനങ്ങാടിയിലേക്കെത്താനുള്ള എളുപ്പ വഴിയാണിത്. പക്ഷേ ഇവിടെ ഇപ്പോൾ റോഡ് കാണാനേ ഇല്ലാത്ത അവസ്ഥയാണ്. ഏകദേശം 15 വർഷത്തിന് മുൻപ് ടാർ ചെയ്ത റോഡാണിത്. ശേഷം യാതൊരുവിധ അറ്റകുറ്റപ്പണികളും ഈ റോഡിൽ നടത്തിയിട്ടില്ല. റോഡിലേക്ക് ചേരുന്ന 2 ഭാഗവും പൂർണ്ണമായും ടാർ ചെയ്ത് വാഹനഗതാഗതം സാധ്യമാണ്. ഇതിനിടയ്ക്കുള്ള 500 മീറ്റർ ഭാഗം മാത്രമാണ് ഇങ്ങനെ തകർന്നു കിടക്കുന്നത്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ നിത്യസംഭവമായി മാറിയിരിക്കുന്നു. മുട്ടിൽ പഞ്ചായത്തിന്റെ 3-ാം വാർഡിലാണ് ഈ റോഡ്. നിരവധി തവണ പരാതികൾ നൽകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നുമില്ല. എത്രയും വേഗം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ റോഡിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം ഡേഞ്ചറാണ്. കാരണം നമ്മൾ ഈ റോഡിൽ കൂടെ വാഹനം ഓടിച്ചിട്ട് ഡെയിലി 100-500 വണ്ടി പോകുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇതിലെ ഒരു വാഹനം കിടന്ന് 10-15 വർഷമായി ഇപ്പോൾ ഇതിങ്ങനെ ടാർ ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്നത്. കല്ലൊക്കെ മേലേക്ക് പൊങ്ങി കുറേ അപകടങ്ങളും പറ്റി ഇവിടുന്ന്. അപ്പോൾ ജനങ്ങൾക്ക് ഡെയിലി ഇവിടുന്ന് കമ്പളക്കാടിന് ഇങ്ങനെ ഷോർട്ട് വഴിയാണിത്. മീനങ്ങാടിക്ക് നേരിട്ട് പോകാൻ എത്രയോ കിലോമീറ്റർ കുറഞ്ഞ് കിട്ടുന്നൊരു ദൂരത്തിലുള്ള എത്ര എളുപ്പ മാർഗ്ഗമുള്ളൊരു വഴിയാണിത്. അപ്പോൾ ഇതിലെ വാഹനങ്ങൾക്ക് പോയി റോഡ് നന്നാക്കി തരികയാണെങ്കിൽ വളരെ ഒരു സൗകര്യമായിരുന്നു. വയനാട് വിഷൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ അരുണിനൊപ്പം പ്രദീപ് പ്രയാഗ്, കമ്പളക്കാട്. പ്രളയകാലത്ത് പുഴയോരമിടിഞ്ഞ് പാണ്ടിക്കടവ് കാക്കഞ്ചേരി റോഡിൽ അപകട ഭീഷണി തുടരുന്നു. ഒരു ഭാഗത്തുകൂടി മാത്രമാണ് നിലവിൽ ഗതാഗതം ഉള്ളത്. വലിയ വാഹനങ്ങൾ ഇതിലൂടെ പോയാൽ റോഡ് പുഴയിലേക്ക് ഇടിയാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രളയകാലത്താണ് റോഡിന് ഇരുവശവും തകർന്നത്. റോഡിന്റെ ഒരു ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴുകയും ഒരു ഭാഗത്ത് റോഡിടിഞ്ഞ് പുഴയിലേക്ക് താഴുകയുമായിരുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതും പാണ്ടിക്കടവിൽ നിന്നും വാളാട് എളുപ്പവഴിയും കൂടിയാണിത്. കുട്ടികൾ ഉൾപ്പെടെ അനവധി ആളുകളും നിത്യേന ഇതിലൂടെ കാൽനടയാത്ര ചെയ്യുന്നുണ്ട്. രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ ഇതിലൂടെ കടന്നുപോകുന്നത് വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. മണ്ണിടിച്ചിലിൽ ഇവിടെ സ്ഥാപിച്ചിരുന്ന ജലനിധിയുടെ പൈപ്പുകളും തകർന്നിരുന്നു. ചെറിയ മഴ പെയ്താൽ പോലും റോഡിന്റെ ഇരുവശങ്ങളും ഇടിയാനുള്ള സാധ്യതയേറെയാണ്. എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ ശേഷം റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞതിനാൽ റോഡ് യാഥാർത്ഥ്യമാകണമെങ്കിൽ സംരക്ഷണ ഭിത്തി കൂടി നിർമ്മിക്കാനുള്ള തുക കണ്ടെത്തേണ്ടി വരും. ഇക്കാര്യത്തിൽ അടിയന്തരമായി നടപടിയുണ്ടായി അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇങ്ങോട്ട് വാളാട് വരെ കടന്നു വഴിയാണ് ഇത്. കഴിഞ്ഞ പ്രളയത്തിൽ ഒന്നും നന്നാക്കാൻ ഒന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല, തട്ടിയിട്ടിട്ടുള്ളൂ. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. 8 എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ വയനാട് എക്യുമെനിക്കൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ബത്തേരി അസംഷൻ ഫൊറോന ദേവാലയ അങ്കണത്തിൽ ഡിസംബർ 16 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് മുതൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ കലാപരിപാടികൾക്ക് പുറമെ ഈ വർഷം ആഘോഷത്തിന്റെ ഭാഗമായി കിഡ്നി രോഗികളെ സഹായിക്കുന്നതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എപ്പിസ്കോപ്പൽ സഭ സമൂഹങ്ങൾ ഉൾപ്പെടെ 8 സഭകൾ സംയുക്തമായി നടത്തുന്ന ഐക്യ ക്രിസ്മസ് ആഘോഷം ഈ മാസം 16-ാം തീയതി അസംഷൻ പള്ളിയിൽ വെച്ച് നടക്കും. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പരിപാടികൾ ആരംഭിക്കും.
ക്രിസ്മസ് ട്രീ മത്സരത്തോടു കൂടിയാണ് ഐക്യ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പരിപാടികൾ ആരംഭിക്കുന്നത്. 8 സഭകൾ ഒരുമിച്ച് ചേർന്ന് ഇത്തരത്തിലൊരു ക്രിസ്മസ് ആഘോഷം നടത്തുന്നത് ബത്തേരിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. വിവിധ സഭകളുടെ ദേവാലയങ്ങളും ആരാധനാ സമൂഹങ്ങളും ഒന്നിച്ച് വസിക്കുന്ന ബത്തേരി പ്രദേശം എല്ലാ സഭാ സമൂഹങ്ങളും ഒന്നാണ് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഈ ക്രിസ്മസ് ആഘോഷത്തിന് തെളിയിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വയനാട് ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അധ്യാപകർക്കുള്ള ബേസിക് കോഴ്സിന് മാനന്തവാടിയിൽ തുടക്കമായി. ഡിസംബർ 13 മുതൽ 19 വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സിൽ 200 അധ്യാപകർ പങ്കെടുക്കുന്നുണ്ട്. വയനാടിന് പുറമെ മറ്റ് ജില്ലകളിൽ നിന്നും അധ്യാപകർ കോഴ്സിൽ പങ്കെടുക്കുന്നുണ്ട്. 7 ദിവസത്തെ പരിശീലനത്തിന് ശേഷം ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകൾ ആരംഭിക്കാൻ കഴിയുമെന്ന സ്കൗട്ട്സ് അധികൃതർ വ്യക്തമാക്കി. അധ്യാപകരുടെ പരിശീലനം സ്കൂൾ തല യൂണിറ്റുകൾക്കും ഏറെ ഗുണപ്രദമാകും. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സംസ്ഥാന അസോസിയേഷൻ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിൽ യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി ഉള്ള അധ്യാപകർക്കുള്ള കോഴ്സാണ് ഇവിടെ നടക്കുന്നത്. 13 മുതൽ 19 വരെയാണ് ഈ കോഴ്സ് നടക്കുന്നത്. ഇതിന് ബേസിക് കോഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ സംസ്ഥാനത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള 150ഓളം അധ്യാപകരാണ് ഈ കോഴ്സിൽ പങ്കെടുക്കുന്നത്. ഈ ടെൻറ്റുകളിൽ താമസിച്ചുകൊണ്ട് വരുന്ന 7 ദിവസം ഒരു വിദ്യാലയത്തിൽ സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനം ആരംഭിച്ചാൽ ചെയ്യേണ്ട മുഴുവൻ പ്രവർത്തനങ്ങളും കുട്ടികൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ അധ്യാപകരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ കോഴ്സ് ഉദ്ദേശിക്കുന്നത്. ഈ കോഴ്സ് കഴിയുന്നതോടുകൂടി കേരളത്തിൽ 150 പുതിയ യൂണിറ്റുകൾ വരാൻ പോവുകയാണ്. OM സാമുവൽ, അനിൽകുമാർ, PM വിജയകുമാരി, ഷൈനി മൈക്കിൾ, സിസ്റ്റർ ലിസിമോൾ, KK നാരായണൻ, AE സതീഷ് ബാബു, മനോജ് മാത്യു, ജോബി മാനുവൽ, സി രാധിക, VM റോഷ്നി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി വരുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി AK സജിത്, സ്റ്റേറ്റ് ട്രെയിനിംഗ് കമ്മീഷണർ മോഹനൻകുമാർ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. TTPC സെക്രട്ടറി B ആനന്ദ്, ജില്ലാ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ പ്രസിഡന്റ് ജോസ് പുന്നക്കുഴി, VM ബാലകൃഷ്ണൻ, ബൈജു തോമസ് തുടങ്ങിയവർ ക്യാമ്പ് സന്ദർശിച്ച ആശംസകൾ നേർന്നു. ക്യാമ്പ് 19-ന് സമാപിക്കും. സുരേഷ് തൽപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. സർക്കാർ ജോലികൾക്കിടയിലും പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ രചിച്ച് പനമരം നീർവാരത്തെ തച്ചേടത്ത് ഔസേപ്പ് എന്ന ഭിന്നശേഷിക്കാരൻ. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റായിരുന്ന ഔസേപ്പ് മാനന്തവാടി ചെറുപുഴയ്ക്ക് സമീപം പാട്ടത്തിനടുത്ത 1.5 ഏക്കർ സ്ഥലത്താണ് തികച്ചും ജൈവമായ രീതിയിൽ കൃഷി ചെയ്യുന്നത്. 48-കാരനായ ഔസേപ്പ് ഒഴിവു സമയങ്ങളിൽ തൻ്റെ വൈകല്യങ്ങൾ മറന്ന് ചെറുപുഴയ്ക്കടുത്ത് പാട്ടത്തിനടുത്ത പച്ചക്കറി തോട്ടത്തിലെത്തും. പാവൽ, പയർ, വാഴ, മരച്ചീനി തുടങ്ങിയ നിരവധി പച്ചക്കറികളാണ് ഔസേപ്പിൻ്റെ തോട്ടത്തിലുള്ളത്. പയറിന് ഇടവിളയായി വാഴയാണ് കൃഷി. തികച്ചും ജൈവ രീതിയിലുള്ള കൃഷിക്ക് ഒഴിവു സമയങ്ങളിൽ ഭാര്യ വിജയും മക്കളായ ആൽവിനും അലനും എൽവിനും സഹായിക്കാറുണ്ട്. കൈക്ക് സ്വാധീനക്കുറവുള്ള ഔസേപ്പ് ഇത് വകവയ്ക്കാതെയാണ് തൻ്റെ പച്ചക്കറിപ്പാടത്ത് സജീവമാകുന്നത്. ജൈവ കൃഷി ആയതുകൊണ്ട് തന്നെ ആവശ്യക്കാർ ഏറെയുണ്ട് ഔസേപ്പിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക്. ഇത് 80% ജൈവ കൃഷിയായിട്ട് ചെയ്യുക. ചാണകപ്പൊടി ഇടും, ചാണകമ്പളം ഒഴിക്കും. പിന്നെ കീടങ്ങൾക്ക് കുറേ ജൈവ രീതിയിലൊക്കെ കീടങ്ങൾ പിടിക്കുക. രാസവളം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം പാവൽ, പയർ, അതാണ് വാഴ കൃഷി. ഇങ്ങനെ 3 കൃഷിയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇടവളമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിപണനം നമ്മൾ ഇവിടെ ഇപ്പോൾ വണ്ടിക്കാരൊക്കെ വരാറുണ്ട്, പല സ്ഥലത്തേക്കും കയറ്റി വിടും. പിന്നെ ആരംഭഘട്ടത്തിൽ ചെറിയൊരു കടകൾ കൊടുക്കും. പിന്നെ വണ്ടിക്കാർ വന്നെടുത്തിട്ട് പോയിക്കോളും. നമ്മൾ പറിച്ച് വെച്ചാൽ മതി. ഇക്കഴിഞ്ഞ പ്രളയത്തിൽ ഔസേപ്പിൻ്റെ കൃഷിയും വെള്ളത്തിനടിയിലായിരുന്നു. അല്പം നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ ജൈവ കൃഷി തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഔസേപ്പ് പറയുന്നത്. ഇത്തരത്തിൽ കൃഷി ഇറക്കുന്ന കർഷകർക്ക് കൃഷിഭവനിൽ കൂടി ആവശ്യമായ പ്രോത്സാഹനം കൂടി ലഭിച്ചാൽ നിരവധി ആളുകൾ പച്ചക്കറി കൃഷി മേഖലയിലേക്ക് മുന്നോട്ട് വരുമെന്ന് ഔസേപ്പ് അനുഭവ സാക്ഷ്യം പറയുന്നു. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2013-14 സാമ്പത്തിക വർഷത്തിൽ 9.7 കോടി രൂപ ചെലവിൽ പൂർത്തീകരിച്ച ജലനിധി ശുദ്ധജല പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 17-ന് രാവിലെ 11 മണിക്ക് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്ര ഗ്രൗണ്ടിൽ വ്യവസായ കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജലനിധി പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്നേഹവീട് പദ്ധതിയുടെ താക്കോൽദാനവും മന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. IC ബാലകൃഷ്ണൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. പുൽപ്പള്ളി പഞ്ചായത്തിലെ 20 വാർഡുകളിലും 3000-ലധികം കുടുംബങ്ങൾക്കുമാണ് ശുദ്ധജല പദ്ധതിയുടെ ഗുണം ലഭിക്കുക. സാമ്പത്തിക വർഷത്തിൽ ആരംഭിച്ച 10 കോടി രൂപ മുതൽ മുടക്കോടുകൂടി ജലനിധി പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും അത് ഇന്ന് വളരെ ഭംഗിയായ രീതിയിൽ ജനങ്ങൾക്കെല്ലാം അതിൽ 3000-ഓളം ഗുണഭോക്താക്കൾക്ക് വെള്ളം കൊടുത്തുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ഈ പദ്ധതിയെ വിഭാവനം ചെയ്യുന്ന തരത്തിലേക്ക് എത്തിക്കുവാനും അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഈ വരുന്ന
ഡിസംബർ 17-ാം തീയതി രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വ്യവസായ കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ മിനിസ്റ്റർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് വിവിധങ്ങളായ പരിപാടികളോട് കൂടിയിട്ടാണ് ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമായി നടത്തുവാൻ വേണ്ടിയിട്ട് ഭരണസമിതി സംഘാടക സമിതി യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഭീമൻ നക്ഷത്രമൊരുക്കി പയ്യമ്പള്ളി സെന്റ് കാതറിൻസ് ഫൊറോന ദേവാലയം. 22 അടി ഉയരമുള്ള ഭീമൻ നക്ഷത്രം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ആദ്യമായാണ് പയ്യമ്പള്ളി സെന്റ് കാതറിൻസ് ഫൊറോന ദേവാലയത്തിൽ ഇത്തരമൊരു നക്ഷത്രമൊരുക്കുന്നത്. 3 ദിവസത്തെ ശ്രമഫലമായാണ് 22 അടിയോളം ഉയരമുള്ള ഭീമൻ നക്ഷത്രം നിർമ്മിച്ചത്. 12,000 രൂപയാണ് നക്ഷത്രത്തിൻ്റെ നിർമ്മാണ ചെലവ്. ഇടവക വികാരി ഫാദർ ജോയി പുല്ലങ്കുന്നൽ, ഷിജോ പുതയിടം, സജി പയ്യമ്പള്ളി എന്നിവരുടെ സഹകരണത്തോടെയാണ് നക്ഷത്രം നിർമ്മിച്ചത്. മാനന്തവാടി പുൽപ്പള്ളി റോഡരികിലാണ് നക്ഷത്രം സ്ഥാപിച്ചിരിക്കുന്നത്. പുൽപ്പള്ളിയിൽ വധഭീഷണി മുഴക്കിയ യുവാവിനെ പോലീസും അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് പിടികൂടി. ഇന്ന് രാവിലെ 9:30 ഉറുമ്പിൻകരോട്ടിൽ വിനോദ് എന്നയാൾ തൻ്റെ മക്കളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി താന്നിത്തെരുവിലെ വാടക വീട്ടിൽ കയറി വാതിലടച്ചത്. ഇതോടെ നാട്ടുകാർ ഭീതിയിലായി. തുടർന്ന് DYSP KM ദേവസ്യ, CI റെജീന K ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബത്തേരിയിൽ നിന്നും അഗ്നിരക്ഷാസേനയും എത്തി. ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി. മണിക്കൂറുകൾക്ക് ശേഷം ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് വിനോദിനെ അനുനയിപ്പിച്ച് ഉച്ചയോടെ വീടിന് പുറത്തിറക്കിയത്. വീണ്ടും പ്രധാന വാർത്തയിലേക്ക്. BJP ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. KSRTC സർവീസ് നടത്തിയില്ല. ഹർത്താൽ ക്ഷീരകർഷകരെ ദുരിതത്തിലാക്കി. ഹർത്താൽ ദിനത്തിലും ആരാധകരുടെ ആവേശമായി ഒടിയനെത്തി. ദ്വാരക സേക്രഡ് ഹെഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയുടെ ആത്മഹത്യ മാനസിക പീഡനം കൊണ്ട് തന്നെയെന്ന് കുടുംബത്തിന്റെ മൊഴി. മൂന്ന് മാസമായിട്ടും ശമ്പളം ലഭിക്കാതെ BSNലെ കരാർ ജീവനക്കാർ. നൂറുകണക്കിന് ജീവനക്കാരാണ് ശമ്പളം ലഭിക്കാതെ ദുരിതത്തിലായത്. പട്ടികവർഗ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ഓട്ടോറിക്ഷ പദ്ധതി കട്ടപ്പുറത്തെന്ന് ആക്ഷേപം. ചെലവഴിച്ചത് കോടികൾ. അമ്പലവയൽ പഞ്ചായത്ത് അടച്ചുപൂട്ടിയ കാരച്ചാലിലെ പന്നി ഫാം വീണ്ടും തുറന്നു. കർശന നടപടിയെന്ന് ഗ്രാമപഞ്ചായത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.